ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ മുമ്പൊരിക്കൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പേര് അങ്ങോട്ട് ഇന്ത്യയെ കളിയാക്കി, മോദിയെ കളിയാക്കി. അതെന്തോ മോദിയുടെ ഒരു വീഴ്ചയായിട്ടും കുഴപ്പമായിട്ടും ഒക്കെ പലരും അതിനെ വ്യാഖ്യാനിച്ചു. ഇപ്പോൾ പോലും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മോദിയുടെ വീഴ്ചയായിട്ടാണ് ഇവിടെയുള്ള പല വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാം. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇസ്രയേൽ രൂപം കൊണ്ടതിന് ശേഷം അമേരിക്കയും ഇസ്രയേലും എല്ലാ കാലവും സുഹൃത്തുക്കളായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇസ്രയേലിന്റെ ആണവ പ്രോഗ്രാമിന്റെ പുറകിൽ പോലും അമേരിക്കയാണ്. അമേരിക്കൻ ബഡ്ജറ്റിൽ വലിയൊരു തുക എല്ലാ വർഷവും ഇസ്രയേലിന് അമേരിക്ക കൊടുക്കുന്നുണ്ട്. ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആയുധങ്ങളും അമേരിക്കൻ നിർമ്മിതമാണ്. ശരിക്കും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ പോലെയാണ് ഇസ്രായേൽ. ഏഷ്യയിലെ അമേരിക്കയുടെ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ നിലപാടുകളെയും ഒക്കെ ഇസ്രായേൽ വഴിയാണ് അവർ സ്വാധീനിച്ചുകൊണ്ടിരുന്നത്. അമ്മാതിരി ഇമ്പോർട്ടൻസ് ആണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നത്. ആ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പലർക്കും അത് സന്തോഷമുള്ള വാർത്തയുമാണ്. എന്നിരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന്. ഇസ്രായേലുമായിട്ട് അമേരിക്ക അടിച്ചു പിരിഞ്ഞുവെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ വളരെ നിസാരമാണ് എന്ന് നമുക്ക് പറയാം. എന്താണ് ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇടയിൽ സംഭവിച്ചതെന്നല്ലേ? പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രയേൽ ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല, മണ്ണിനടിയിലായി പോയനെ ഇസ്രയേൽ. ഞാൻ ഉള്ളത് കൊണ്ട്, അതായത് ഞാൻ ഭരിക്കുന്ന അമേരിക്ക ആയതുകൊണ്ടാണ് ഇന്നും ഇസ്രയേൽ ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മറിച്ച് ഒബാമയുടെ അമേരിക്ക ആയിരുന്നെങ്കിൽ ഇസ്രയേൽ ഇന്ന് ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഇങ്ങനെ നിൽക്കാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ്. ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ ആരൊക്കെയോ തുടച്ചു മാറ്റിയേനെ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ട്രംപ് പറഞ്ഞത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പോരാട്ടം നടക്കുന്നുണ്ട്, പക്ഷെ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഹിസ്ബുള്ള തീവ്രവാദി ഉണ്ടെന്ന് കണ്ട ആ അപ്പാർട്ട്മെന്റിനെ ഉടനെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ പിന്തുടരുന്നത്. ഈ രീതി പിന്തുടരുന്നത് എങ്ങനെ ശരിയാവും? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കൊല്ലപ്പെടുകയല്ലേ. ഇസ്രായേൽ ആ ചെയ്യുന്നതൊന്നും ശരിയല്ല. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരെ ഒന്നും ചെയ്യരുത്. ഇതും ട്രംപ് ലോകം മുഴുവൻ കേൾക്ക പറഞ്ഞ കാര്യമാണ്. ഈ രണ്ട് സംഭവങ്ങൾക്കും പുറമെ നിരവധി കമന്റുകൾ അദ്ദേഹം നെതന്യാഹുവിനെതിരായിട്ടും ഇസ്രായേലിനെതിരായിട്ടും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിൽ ട്രംപിനെതിരായിട്ട് ശക്തമായ ജനരോഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നെതന്യാഹു തന്നെ ശക്തമായ പ്രതികരണങ്ങളുമായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീണിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ ചില വിള്ളലുകൾ നമുക്ക് നികത്താൻ പറ്റാത്തതാണ്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായ വിള്ളലും അങ്ങനെ തന്നെയാണ്. അത് അത്ര എളുപ്പത്തിൽ നികത്താൻ കഴിയില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരുവിധം ഇന്ത്യക്കാരൊന്ന് വിശ്വസിച്ച് തുടങ്ങിയപ്പോഴാണ് ട്രംപ് നമുക്കിട്ട് പണിയാൻ നോക്കിയത്. 2-3 പതിറ്റാണ്ട് കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത ട്രസ്റ്റാണ് ട്രംപിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഇല്ലാതായത്. അത് തന്നെയാണ് ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ കടുത്ത അമർഷത്തിലാണ്. ട്രംപ് പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം നോക്കാം. അതായത് ഒരു ഭീകരവാദി ഒരു അപ്പാർട്ട്മെന്റിൽ കയറിയിരിക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റിൽ മൊത്തം മിസൈൽ ആക്രമണം നടത്തി തകർക്കുന്നത് ശരിയാണോ? തീർച്ചയായും ട്രംപ് പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ജീവൻ ആപത്ത് വരുന്ന ഒരു പ്രവൃത്തിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ആ നിലയ്ക്ക് ട്രംപ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു കുഴപ്പം, ഇസ്രായേൽ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങളുടെ പുറകിലും അമേരിക്ക ഉണ്ടായിരുന്നു, അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഇനി അഥവാ ട്രംപിന് ഇസ്രായേലിനോട് എതിർപ്പുണ്ട് എങ്കിൽ ഒരു സഖ്യരാജ്യം എന്ന നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണ് പറയേണ്ടത്? നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് പറയാം, ഇസ്രായേലുമായിട്ടൊരു ചർച്ച അടിയന്തരമായിട്ട് നടത്തിയിട്ട് പറയാം, ഇനി മേലാൽ ഒരു സാധാരണക്കാരനും നിങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടരുത്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയും നിങ്ങളും തമ്മിലുള്ള എല്ലാ ബന്ധവും തീരും. ഇത് പറയേണ്ടത് അടച്ചിട്ട മുറിയിലാണ്. ഈ നയതന്ത്രത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാം വെട്ടി തുറന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഞാനാണ്, എന്റെ തല, എന്റെ ഫിഗർ. സരോജ് കുമാർ പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമാണത്. അതായത് രാജ്യങ്ങൾക്കെല്ലാം അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പരമാധികാരമുണ്ട്, അന്തസ്സുണ്ട്. അതിന് ഭംഗമുണ്ടാകുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് മറ്റൊരു ഭരണത്തലവന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു രാജ്യവും അത് സഹിക്കുകയില്ല. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുന്നുണ്ട്. സൈനിക സഹായവും സാങ്കേതിക വിദ്യാ സഹായവും കൊടുക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിനെതിരെ തിരിയാത്തതിന്റെ ഒരു കാരണം അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഭയം കൊണ്ടാണ്. ഇതെല്ലാം ശരിയാണെങ്കിൽ തന്നെ ഇസ്രായേൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ആണവായുധം ഇപ്പൊ അമേരിക്കയുടേതാണോ ഇസ്രായേലിൻ്റെതാണോ എന്നൊന്നും നമുക്കറിയില്ല.
പക്ഷേ ഇസ്രായേൽ സാങ്കേതിക വിദ്യയിൽ ഒട്ടും മോശമല്ലാത്തൊരു ശക്തിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ എയർക്രാഫ്റ്റുകളൊക്കെ US മെയ്ഡ് ആണ്. പക്ഷെ അപ്പോൾ തന്നെ ആ രാജ്യത്തിന് ഒരു അന്തസ്സുണ്ടല്ലോ. അപ്പൊ ഇസ്രായേലിനോട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ടല്ല വിളിച്ചു പറയേണ്ടത്. അതിനൊരു രീതിയുണ്ട്. അതിനെയാണ് അന്താരാഷ്ട്ര മര്യാദ എന്ന് പറയുന്നത്. ആ മര്യാദ ഇവിടെ ട്രംപ് കാണിച്ചില്ല. അതാണ് ഇസ്രായേലിന് കൊണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ട്രംപ് പറഞ്ഞത് ഞാനില്ലെങ്കിൽ ഇസ്രായേൽ മണ്ണിന് മീതെ ഉണ്ടാവില്ല എന്നാണ്. അത്തരം അപക്വമായ സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ സുഹൃത്ത് പറയാണ് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇവൻ ജീവിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ അവരെല്ലാം കൂടെ എന്നെ നിന്നെ കുഴിച്ചു മൂടിയനെ എന്ന് നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗഹൃദം പിന്നെ നിലനിൽക്കുമോ? അങ്ങനെയാണോ ഒരു സുഹൃത്ത് ചെയ്യേണ്ടത്? അപ്പോ അടച്ചിട്ട മുറികളിൽ പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയണം, പബ്ലിക്കായിട്ട് പറയാൻ പാടുള്ളതേ പറയാവൂ. അപ്പൊ ഇത് ഇസ്രായേൽ അമേരിക്ക ബന്ധത്തെ വളരെ മോശമായി ബാധിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ കാലവും പിന്തുണച്ച അമേരിക്കയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം നല്ല പിള്ളയായിട്ട് മാറാൻ കഴിയില്ല. പക്ഷെ ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രഷർ അമേരിക്കയുടെ മേൽ ചെലുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറബ് രാജ്യങ്ങൾ പലതും ഭരിക്കുന്നത് രാജാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ഇളവുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫാമിലി ബിസിനസ്സിന് കിട്ടും. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആ ബിസിനസ്സിൽ, ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള ബിസിനസ്സിൽ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. അപ്പൊ ട്രംപ് തന്റെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ പരമ്പരാഗത സുഹൃത്ത് രാജ്യങ്ങളെല്ലാം പിണക്കിയിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കൂ, അമേരിക്കയുടെ എക്കാലത്തെയും ഉരുക്കുപോലെ ഉറച്ച സുഹൃത്തുക്കളായിരുന്നല്ലോ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഒക്കെ. കാനഡ അമേരിക്കയുടെ ചങ്കായിരുന്നു. ആദ്യം ട്രംപ് പിണക്കിയത് കാനഡയാണ്, ഞങ്ങളുടെ 51ാമത്തെ സ്റ്റേറ്റ് ആകൂ എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമത്, അമേരിക്കയുടെ ഇരുമ്പ് പോലെ ഉറച്ച സുഹൃത്താണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ബ്രിട്ടനെ ഒരു കാര്യവുമില്ലാതെ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് ട്രംപ് പിണക്കി. യൂറോപ്യൻ യൂണിയനെയും നാറ്റോയെയും അപ്പാടെ പിണക്കി. ഒരു കാര്യവുമില്ലാതെ താരിഫ് കൊണ്ടുവന്നിട്ട് ജപ്പാനെയും ഓസ്ട്രേലിയയും സൗത്ത് കൊറിയയും ഇന്ത്യയും വരെ അമേരിക്കയുടെ അടുത്ത് നിന്ന് അകറ്റി. അമേരിക്കയുടെ ഏറ്റവും ശക്തനായ പങ്കാളിയും 21st സെഞ്ചുറിയിൽ അമേരിക്കയുടെ ഉറച്ച സുഹൃത്തുമായിരിക്കുമെന്ന് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത ഇന്ത്യയാണ് വളരെ നിസ്സാരമായ ഒരു താരിഫിന്റെ കാര്യം പറഞ്ഞ്, ഒരു ഗുണവും അമേരിക്കയ്ക്ക് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ട്രംപ് പിണക്കിയത്. താരിഫ് കൊണ്ടുവന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് US-നുണ്ടായോ? അമേരിക്കൻ എക്കണോമി അതുകൊണ്ട് രക്ഷപ്പെട്ടോ? അമേരിക്കക്കാരെല്ലാം നന്നായോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമല്ല, കോടതി വരെ ഈ പരിപാടി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. യാതൊരു വീണ്ടു വിചാരവുമില്ലാതെ ഒരു പ്രസിഡന്റ് ചെയ്ത പ്രവൃത്തികൾ കാരണം എക്കാലവും അമേരിക്കയുടെ കൂടെ നിന്ന സുഹൃത്തുക്കളെല്ലാം അമേരിക്കയിൽ നിന്ന് അകലുകയും ഇന്ന് ആ സുഹൃത്തുക്കൾ ഒന്നിക്കുകയുമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ അടുക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ ബന്ധം കൂടുതൽ ദൃഢമാവുന്നു. അത്ര മികച്ച നിലയിലൊന്നും അല്ലാതിരുന്ന ഇന്ത്യ സൗത്ത് കൊറിയ ബന്ധം പോലും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവാണ്. അമേരിക്കയെ കൊണ്ട് ഇനി പറ്റില്ല, നമ്പാൻ പറ്റില്ല എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അടുത്ത ആരാണ് വിശ്വസ്തനായ പങ്കാളി എന്നവർ നോക്കുമ്പോൾ നാച്ചുറൽ പാർട്ട്ണറായിട്ട് അവർക്ക് കാണുന്നത് ഇന്ത്യയാണ്. ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം, റഷ്യ അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ നാച്ചുറൽ പാർട്ട്ണറായിട്ട് പിന്നെ ലോകത്തെ ശക്തി ആരാണ്? ഇന്ത്യയേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയുമായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് അടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ആകെ കൂടെ ഉണ്ടായിരുന്ന രാജ്യം ഇസ്രായേൽ ആയിരുന്നു. ഇസ്രായേലിനെതിരെ ഇമാതിരി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവരെ കൂടി വെറുപ്പിച്ചതോടെ ഏതാണ്ട് അമേരിക്ക ഈ ലോകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ തിരിയാൻ പോകുന്നു, അമേരിക്കയെ ഒറ്റപ്പെടുത്തിയിട്ട് കൂട്ടായി നിന്നിട്ട് അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്നൊന്നും കരുതാൻ കഴിയില്ല. ബിക്കോസ് അവർ അത്രയും പവർഫുൾ ആണ്, എക്കണോമിക്കലിയും മിലിറ്ററി പരമായും ഒക്കെ അവർ പവർഫുൾ ആണ്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഏതെങ്കിലും ഒരു രൂപത്തിൽ US-നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അവർ പോലും US-ന്റെ സപ്പോർട്ട് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ഇന്നും. അമേരിക്കയുടെ ആ ഒരു ലോകത്തെ സ്വാധീനം ഇല്ലാതാകാൻ ഈ നൂറ്റാണ്ട് അവസാനത്തോടെയൊക്കെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിലവിൽ അമേരിക്കയ്ക്ക് പെട്ടെന്ന് എല്ലാവരും അമേരിക്കയ്ക്കെതിരെ വിരൽ ചൂണ്ടി അങ്ങ് നിൽക്കുന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഇന്ന് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല, അമേരിക്ക ഒറ്റയ്ക്കായിട്ടുണ്ട് എന്ന് ട്രംപിനും അറിയാം. ഇസ്രായേൽ കൂടി ഇനി അമേരിക്കയോട് തെറ്റിയതോടെ ട്രംപിന്റെ കാര്യം ആകെ പ്രശ്നത്തിലാണ്. കാരണം ഇനി ഒരു ടേം കൂടി എന്തായാലും പ്രസിഡന്റായിട്ട് ട്രംപ് വരാൻ പോകുന്നില്ല, അത് ട്രംപിനും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ മാക്സിമം അയാൾക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ്. ഇത് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാനേ ഉപകരിക്കൂ. കാരണം ഇസ്രായേലിന് ഒരു വിശ്വസ്തനായ സുഹൃത്തില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. ട്രംപ് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വസ്തുതയുണ്ട്. ഇസ്രായേൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ സാങ്കേതിക മികവുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ പവർ അല്ല. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ആ ചെറിയ രാജ്യം ചെയ്യാവുന്നതിന്റെ എക്സ്ട്രീമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. ഇസ്രായേൽ ഇന്ത്യയെ പോലത്തെ ഒരു വലിയ ശക്തിയായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല.
ഇസ്രായേൽ അമേരിക്കയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അവരുടെ എയർക്രാഫ്റ്റുകൾ എടുത്തോളൂ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് എടുക്കൂ. ഇതെല്ലാം US-ന്റെ സപ്പോർട്ടോടെയോ US-ന്റെ ഫണ്ടിങ്ങോടെയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. സോ അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എടുത്തുചാടി ഇസ്രായേലും നാളെ തൊട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചിട്ട് ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്നൊന്നും ഇസ്രായേലും പറയില്ല. പക്ഷെ ഇത് ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ ചരിത്രത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ആഴമേറിയ മുറിവാണ്. ഇത് പെട്ടെന്ന് ഉണങ്ങില്ല. ഈ വിള്ളൽ കൂട്ടിച്ചേർക്കാൻ പ്രയാസമാണ്. ഇസ്രായേൽ അമേരിക്കയുമായി തുടർന്ന് സഹകരിക്കും. പക്ഷേ ഇനിയുള്ള നാളുകളിൽ ശ്രദ്ധിച്ച് നമുക്ക് കാണാം, ഇസ്രായേൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തും. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇസ്രായേൽ ശ്രമിക്കും. ഒപ്പം പരമാവധി സ്വയം പര്യാപ്തതയിലേക്ക് പോകാനായിട്ട് ഇസ്രായേലും ആലോചിക്കും. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നത് പോലെ ഇസ്രായേലും ചിന്തിക്കും. തീർച്ചയായും ഇനി അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഒരു രാജ്യവും ഈ ലോകത്ത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞു വന്ന അതേ ട്രംപ് തന്നെ അമേരിക്കയെ ഒന്നുമല്ലാതാക്കി ഈ സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടായിരിക്കും ഇറങ്ങിപ്പോവുക എന്ന്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയുമുണ്ട് ട്രംപിന് കുറച്ച് വർഷങ്ങൾ കൂടി. ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ട്രംപ് മിക്കവാറും അമേരിക്കയെ അടിച്ച് ഭിത്തിയിൽ തൂക്കിയിട്ടേ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.